ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രാണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തെലുങ്ക് സിനിമയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് തെലുങ്കിലെ ഒരു കോമഡി പ്ലസ് ആക്ഷൻ കണക്കൊക്കെ പറയാൻ വേണ്ടി പറ്റിയ ഒരു സിനിമയുടെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്ഡി ദാണ്ട, പിന്നെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി വരുന്നത് ജഗദീഷ് പ്രതാപ് ഭണ്ഡാരി, മോഹനാശ്രീ, വിണല കിഷോർ എന്നിവരൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു റോൾ ചെയ്യുന്നത് ഈ ഒരു പടത്തിനകത്ത്. പിന്നെ ഈ സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കോമഡിക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇങ്ങനെ കൊടുത്താണ് സിനിമ അവതരിപ്പിക്കുന്നത്. കോമഡിക്കാണ് ഏറ്റവും പ്രാധാന്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോബറി സംബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ഒരുപാട് രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമ. ഈ സിനിമ പറയാനാണെങ്കിൽ കൃത്യമായിട്ട് മസ്റ്റായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ കോമഡി സിനിമയാണ്. ഒരുപാട് ചിരിക്കാനും ഒക്കെ ഉള്ള ഒരു നല്ല ഒരു തെലുങ്ക് മൂവിയാണ്. ഇതിൻ്റെ തെലുങ്ക് ഡബിങ് മാത്രമേ അവൈലബിളുള്ളൂ. വേറെ ഒരു കാര്യങ്ങളൊന്നും അങ്ങനെ ലഭ്യമല്ല. ലാംഗ്വേജിലുള്ള പടങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. മറ്റ് ലാംഗ്വേജിലുള്ള ഈ സിനിമ മൊഴി മാറ്റി പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സിനിമ തെലുങ്കിലാണ് ഞാൻ കണ്ടത്. ആ ഒരു കാര്യം വെച്ച് നമുക്ക് ഒരു മണിക്കൂറും 51 മിനിറ്റും ഈ സിനിമ കണ്ട നല്ല സാറ്റിസ്ഫാക്ഷനാണ്. ഇതിൽ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ണില കിഷോർ മാത്രമേ ഉള്ളൂ. ആ ഒരു പുള്ളിയുടെ ഒരു പെർഫോമൻസൊക്കെ വേറെ ലെവലായിരുന്നു ഈ സിനിമയിൽ. അത്രയ്ക്ക് നല്ല ഒരു അഭിനയങ്ങളൊക്കെയാണ് പുള്ളി കാണിച്ച. കോമഡി, പിന്നെ ആക്ഷൻ, അല്ലെങ്കിൽ മറ്റൊരു രീതിക്കുള്ള പെർഫോമൻസിൽ വെണ്ണില കിഷോർ വേറെ ലെവലായിരുന്നു ഈ പടത്തിനകത്ത്. പിന്നെ നായകൻ ജഗദീഷ് കുമാർ, ജഗദീഷ് പ്രതാപ് ഭണ്ഡാരി, ഇവരൊക്കെ നല്ല ഒരു അഭിനയം തന്നെ കാഴ്ചവെച്ച. മോഹനാശ്രീ ആക്ടിങ് ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ പടം ഒരിക്കലും ബോറടിയില്ല. നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. നല്ല രീതിക്കാണ് ഹ്യൂമറൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് പടം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു റോബറി സംബന്ധപ്പെട്ട ഒരു ഇതിൽ കുറച്ചുകൂടെ ഹ്യൂമറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് സിനിമ ഇങ്ങനെ മുന്നോട്ട് അവതരിച്ചുകൊണ്ട് പോയി കേൾക്കുന്നത്. നല്ല ഒരു രീതിക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ സിനിമയാണ് ഈ ഒരു സാദി ഗാനി 2 ഏക്കറിലു എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അത് നല്ല രീതിക്ക് തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. സംവിധായകൻ അഭിനവ് റെഡ്ഡി എന്ന് പറഞ്ഞ ഈ ഒരു പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെയാണ് പടം എടുത്തു വച്ചിരിക്കുന്നത്. ഒരു ലാഗടിയോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ടൈം പാസിന് ഇരുന്ന് കാണാൻ വേണ്ടി പറ്റി. ഇപ്പോൾ ഭാഷാ പ്രശ്നമാണെങ്കിൽ സബ് ടൈറ്റിലുണ്ട് ഇതിനകത്ത്. അതിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ഒരു സിനിമയായിട്ട് മാറാൻ വേണ്ടി പറ്റിയൊരു സിനിമ തന്നെയാണ് ഈ ഒരു സാദി ഗാനി 2 ഏക്കറിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ. നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നമുക്ക് കുറച്ച് ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ട് പോകാൻ തോന്നിപ്പോയി. കാരണം 1 മണിക്കൂർ 51 മിനിറ്റ് മാത്രമേ ഈ സിനിമയുടെ ലെങ്ത്ത് ഉള്ളൂ. കുറച്ചും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു എലമെൻറ്റ് ഇങ്ങനെ കൊണ്ട്. പിന്നെ ക്ലൈമാക്സ് വരുന്നത് ഭയങ്കര ട്വിസ്റ്റ് അവിടെയാണ്. ഇതുവരെ കാണാത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. നിങ്ങൾ സിനിമ കണ്ട് നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഭയങ്കര രീതിക്കുള്ള ഒരു ട്വിസ്റ്റോട് പോകുന്ന സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ 2ാം ഭാഗമുണ്ട് ഈ സിനിമയുടെ. 2ാം ഭാഗവും അവൈലബിളായിട്ട് ഇത് ഇറങ്ങും. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2ാം ഭാഗം ഇനി തെലുങ്കിൽ ഇറങ്ങുമ്പോൾ എനിക്കത് കാണാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അറിയത്തില്ല. ഞാനിപ്പോൾ ഈ ഒരു ലിങ്കൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടത്. മസ്റ്റായിട്ട് നിങ്ങൾ പോയിരുന്ന കാണേണ്ട സിനിമയാണ് സാദി ഗാനി 2 ഏക്കറിൽ എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് സിനിമ. കണ്ട അത്രയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഒരു വൈബ് കിട്ടും. നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഇത്ര എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളൂ. സിനിമയുടെ ഒരു 2ാം ഭാഗം ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. ഒരു സ്പെഷ്യൽ സ്പേസ് കൊണ്ടാണ് സിനിമ നിർത്തിയിരിക്കുന്നത്. അവിടെ 2ാം ഭാഗം ഉണ്ടാകുമ്പോൾ വേറെ ലെവലായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം 2ാം ഭാഗത്തിന്. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ ഈ ഒരു സാദി ഗാനി 2 ഏക്കർ എന്ന സിനിമയെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിഷയമാണ് സൈനിങ് ഔട്ട്. ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും. സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.